പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഉള്ളത് ചെമ്മാട് ദാറുൽ ഹുദ ചെമ്മാടിനടുത്തുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ്. നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദാറുൽ ഹുദയ്ക്ക് കീഴിലുള്ള ഭാഗങ്ങളിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവർ പ്രബോധന രംഗത്ത് സജീവമാണ്. ഒരുപാട് പ്രതിഭകളുണ്ട്. പ്രസംഗ രംഗത്തും മറ്റും കഴിവ് തെളിയിച്ച ഒരുപാട് പ്രതിഭകൾ ഉണ്ട്. അവരെല്ലാം ഇന്ന് പ്രബോധന രംഗത്ത് സജീവമാണ്. ഇത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബിൽഡിംഗാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബിൽഡിംഗാണ് ഇവിടെ കാണുന്നത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. എവിടെ? കൊടശ്ശേരി. ഇവിടെ പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടല്ലോ അല്ലേ? പല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വിദ്യാർത്ഥികളുണ്ട്. ക്ലാസ് റൂമുകളാണ്. ഇവിടെയൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ബിൽഡിംഗ് ആണ്. ക്ലാസ് റൂമുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇപ്പം എന്താ പരീക്ഷ അടക്കണം? ഇതൊക്കെ പരീക്ഷ ഏതിൻ്റെ എക്സാം എടുക്കുന്നുണ്ടോ? ഏതാണ്?
ശരി. ഉറുദു ഇല്ലുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ ഉൾഭാഗത്തേക്ക് പോയി നോക്കാം. യൂണിവേഴ്സിറ്റിയുടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആന്തരഭാഗങ്ങളിലേക്ക് പോയി നോക്കാം. CH ഹൈദ്രോസ് മുസ്ലിയാർ സൗധമാണ് നമ്മൾ കാണുന്നത്. CH ഹൈദ്രോസ് സലാം ഇവിടെ കണ്ട് പരിചയമുണ്ടല്ലോ. വീടെവിടെ? അരീക്കോടാണ്. നിങ്ങളതേ പോലെ കണ്ട് പരിചയം. ഇതാണ് CH ഹൈദ്രോസ് മുസ്ലിയാർ സൗദം സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെയൊക്കെ ക്ലാസ് റൂമുകൾ, എക്സാമാണ്, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് റൂം നിറയെ കുട്ടികളാണ് എല്ലാ ക്ലാസ് റൂമുകളിലും. വലൈക്കും സ്ലാം അല്ല കുട്ടികൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുകളിലേക്കൊന്നും കയറുന്നില്ല. ചെറിയ ക്ലാസ്സുകളാണ്. അസ്സലാമു അലൈക്കും. ഞാൻ വേങ്ങര അടുത്ത് പാക്കടപ്രായം എന്ന് പറയും. ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നു. ശരി. ഇവിടെ ഞാൻ ചേറൂർ സ്കൂളിലാണ്.
അബ്ദുൽ മജീദ് നിസാമി എന്ന് പറയും. കരിവാരമുണ്ട. ശരി. ഇവിടെ ആയിട്ട് കുറേ ആയോ? ഇപ്പം എന്താ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും എക്സാം ആണല്ലേ? ഏതാണ്? ഫസ്റ്റ് സെമസ്റ്ററിൽ. അതൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളല്ലേ? ഇവിടെ പി ജി ഇവിടെ സെക്കൻഡറി സീനിയർ സെക്കൻഡറി അവിടെ ഡിഗ്രിയാണ്. മുമ്പിലുള്ളത് പി ജി 3 സെക്ഷനായിട്ടാണ്. വരാട്ടോ. അസ്സലാമു അലൈക്കും. ചെറു ഹൈസ്കൂളിലാണ്. അതെ. ബയോളജിൻ്റെ മാഷാണ്, നിസാമിയാണ്. ഇത് ക്യാൻറ്റീനാണ് അല്ലേ? ക്യാൻറ്റീനല്ലേ ഇത്? ഡൈനിങ് ഹാളാണ്. ക്യാൻറ്റീനും ഡൈനിങ് ഹാളെല്ലാം കൂടിയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിക്ക് സാമ്പത്തികമായി സഹായം ചെയ്തവർക്കൊന്നും അത് ഒരിക്കലും നഷ്ടമാകില്ല. അത് മരണശേഷം തീർച്ചയായും അവർക്കത് കാണുക തന്നെ ചെയ്യും. വലിയ രൂപത്തിൽ ആ പ്രതിഫലം മരണശേഷം അവർക്ക് കാണുക തന്നെ ചെയ്യും. കാരണം പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അവിടെ എല്ലാം. അതുപോലെ പതിനായിരക്കണക്കിന് പഠിച്ച് ഇറങ്ങിപ്പോയി. അതുപോലെ പതിനായിരക്കണക്കിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗത്തും ഇവിടെയും എല്ലാം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിശാലമാണ്. ഇതൊന്നുമല്ല, ഒരുപാട് നിലകളുള്ള ഫ്ലോറുകളുണ്ട്. ഇതുപോലെ ഡൈനിങ് ഹാള്. കിച്ചണിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. വളരെ വിശാലമാണെല്ലാം. ഈ വലിയ ബിൽഡിങ് നിങ്ങൾ നോക്കൂ. കിച്ചൺ ആൻഡ് ഡൈനിങ് ഹാളാണ് ഈ വലിയ ബിൽഡിങ്. അവിടം വരെ നീണ്ടു കിടക്കുകയാണ്. കിച്ചൺ, ഡൈനിങ് ഹാൾ. ഇത് മാത്രമല്ല, ഇവിടെയും ഉണ്ട്. ഈ സ്ഥാപനത്തിനെ സഹായിച്ചവർ, ഈ സ്ഥാപനത്തിനെ പടുത്തുയർത്താൻ വേണ്ടി ശ്രമിച്ചവരും, പടുത്തുയർത്തിയതിന് ശേഷം ഇതിനെ സാമ്പത്തികമായി സഹായിക്കുന്നവരും ഒരിക്കലും അത് നഷ്ടമാവുകയില്ല എന്ന് ഈ സ്ഥാപനം സന്ദർശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം അവർ നൽകുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ നൽകിയ സമ്പത്ത്, അതിൻ്റെ വലിയ ഫലം കാണാതിരിക്കുകയില്ല എന്നിവിടെ വരുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ നീണ്ടുപോകുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ വീഡിയോ ചുരുക്കുകയാണ്. വലൈക്കും അസ്സലാം. ഇത്ര തന്നെ ഇല്ലെങ്കിലും ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അവിടെയെല്ലാം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൽകുന്ന സിലബസ് അനുസരിച്ച്, ഇവിടുത്തെ സിലബസ് അനുസരിച്ച് അവിടെയെല്ലാം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. നമുക്ക് പെട്ടെന്ന് നിർത്താം. ഇന്ന് ക്ലാസ്സുകളല്ല നടക്കുന്നത്. ഇന്ന് പരീക്ഷകളാണ്. വിവിധ ലെവലിലുള്ള പരീക്ഷകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബോയ്സിനുള്ളതാണ്. പിന്നെ ഗേൾസിനുള്ള സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. അതപ്പുറത്തുണ്ട്. ഗേൾസ് പഠിക്കുന്ന സ്ഥാപനം അപ്പുറത്തുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ സന്ദർശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ മറ്റൊരു സമയത്ത്. നിങ്ങൾ കണ്ടോ, MM ബഷീർ മുസ്ലിയാർ ബ്ലോക്ക്. അദ്ദേഹം സമസ്തയിലെ വലിയ ഒരു ആലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് സ്വദേശം ചേറൂരാണ്. ചേറൂർ MM ബഷീർ മുസ്ലിയാർ ഇവിടെ പേരിലുള്ള ബ്ലോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.